സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് PV അൻവർ MLA ആരോപിച്ച ADGP MR അജിത് കുമാർ വീട് നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇത് കവടിയാറാണ്. കവടിയാർ ഗോൾഫ് ക്ലബിൻ്റെ പിൻഭാഗം. ഗോൾഫ് ക്ലബിൻ്റെ തൊട്ട് പിന്നിലാണ് കവടിയാർ പാലസ് അവന്യൂ എന്ന സ്ഥലം. ഇവിടെയാണ് MR അജിത് കുമാർ വീട് നിർമ്മിക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്താണ് ADGP വീട് നിർമ്മിക്കുന്നത്. അതായത് ഗോൾഫ് ക്ലബിനും കവടിയാർ കൊട്ടാരത്തിനും ഇടയിലുള്ള സ്ഥലത്ത് ഈ 10 സെൻറ്റ് ഭൂമിയിൽ. കവടിയാറിലെ ഭൂമിയുടെ വില എങ്ങനെയെന്നാൽ മാർക്കറ്റ് വില, അത് വിപണി വിലയല്ല പ്രധാനം, മോഹവിലയാണ്, ചോദിക്കുന്ന വിലയാണ്. ഇതാണ് ADGP നിർമ്മിക്കുന്ന 3 നില കെട്ടിടം. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ ബേസ്മെൻ്റാണ്. അതായത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉള്ള 3 നില കെട്ടിടമാണ് ADGP MR അജിത് കുമാർ നിർമ്മിക്കുന്നത്. അതായത് കോടികൾ മതിപ്പുള്ള സ്ഥലം, കോടികൾ വിലമതിക്കുന്ന ഒരു മണിമാളികയാണ് MR അജിത് കുമാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ആൾ പൊക്കത്തിലുള്ള ബേസ്മെൻറ്റ് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുകളിലേക്ക് 2 നില കൂടി വരും. ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം PV അൻവർ ഉന്നയിച്ചത് ശരിയാകുന്നത്. ഒരു ADGPക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മണിമാളിക നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നാണ്? ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സൈറ്റിൽ തന്നെ, ഈ 10 സെൻറ്റ് സൈറ്റിൽ തന്നെ ഈ വീടിൻ്റെ ഘടന എങ്ങനെയാണ് എന്നത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. 3 നില കെട്ടിടമാണ്. മാത്രമല്ല ഒരു ആഡംബര കെട്ടിടമാണ് എന്നത് ഇതിൽ വ്യക്തമാണ്. മാത്രമല്ല ഇത് ആർക്കു വേണ്ടി നിർമ്മിക്കുന്നു എന്നത് വളരെ വ്യക്തമായി ഇവിടുത്തെ ബ്ലൂ പ്രിന്റിൽ വിശദീകരിക്കുന്നു. ക്ലൈന്റ് MR അജിത് കുമാർ IPS. ഇത് 2148 സ്ക്വയർ ഫീറ്റാണ് ഒരു നില മാത്രം. അങ്ങനെ ഈ 3 നിലകൾ വരുമ്പോൾ ഏകദേശം 6000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഈ വീടിന് വരും എന്ന കാര്യം നമുക്ക് അനുമാനിക്കാം. കോടികൾ വിലമതിക്കുന്ന സ്ഥലത്ത് കോടികൾ ചെലവഴിച്ച് MR അജിത് കുമാർ IPS വീട് നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൽ ആഡംബര സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഓപ്പൺ ടെറസ് ബാത്ത് അടക്കമുള്ള സൗകര്യങ്ങൾ, അതായത് ആഡംബര കുളിമുറി അടക്കമുള്ള സൗകര്യങ്ങളാണ് ഈ വീടിൻ്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള ഈ പ്ലാനിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ MR അജിത് കുമാർ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടിൻ്റെ സാമ്പത്തിക സ്രോതസ്സാണ് ഏറ്റവും പ്രധാനം. അതിൽ ആക്ഷേപവും ആരോപണവും ഉന്നയിക്കുന്നത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല, ഭരണപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട MLA ആണ്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഇവിടെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 6000-ൽ അധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു മണിമാളികയാണ്, ഒരു ആഡംബര സൗധമാണെന്ന കാര്യത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ പ്ലാനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഗുരുതരമായ ആരോപണം, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ADGPക്ക് ബന്ധമുണ്ടെന്ന അടക്കമുള്ള ഗുരുതര ആരോപണം PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഈ നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു. ആ സംശയത്തിൻ്റെ നിഴൽ ഉയർത്തിയിരിക്കുന്നത് ഭരണപക്ഷ MLA ആണ്. അതിൽ ഗുരുതരമായ ഈ ആരോപണത്തിൽ അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. ക്യാമറമാൻ MS സുഹിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.